ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 8 മാസത്തിന് ശേഷം പഞ്ചാബിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങോട്ട് തിരിച്ച് വരില്ല, വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരുടെ യാത്ര പറയണത് ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് ഏകദേശം കാര്യം മനസ്സിലായി നമ്മളിവിടുന്ന് പോകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉണ്ണി ഭയങ്കര വാശിയാണ്, ഭയങ്കര കരച്ചിലായിരുന്നു. അവിടുന്ന് ഓട്ടോയിൽ കയറിയപ്പോഴാണ് അവനൊരു സമാധാനം കിട്ടിയത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഫിറോസ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ അവിടെ പണി നടക്കണുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വേറെ ഏതൊക്കെ വഴിയൊക്കെയാണ് പോയത്. ഇത് ഫുള്ള് നമ്മുടെ ലഗേജാണ്. നമ്മൾ കൊണ്ടുപോയതിൽ ഇരട്ടി സാധനങ്ങൾ നമ്മൾ റിട്ടേൺ കൊണ്ടുവരണമെന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയ്ക്കധികം സാധനങ്ങളുണ്ട്. കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുറേ ബാഗുകളിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ബോക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഉണ്ണി ഉറക്കമായിരുന്നു. പകുതിയായപ്പോൾ ഓട്ടോയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉറങ്ങി. ഇതാണ് നമ്മുടെ മെയിൻ പ്രശ്നം, കൂലിക്കാരെടുത്ത് ബാർഗെയിൻ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബോക്സൊക്കെ കാണുമ്പോൾ തന്നെ അവർ അത്യാവശ്യം റേറ്റ് പറയും. അങ്ങനെ ഇത്രയ്ക്കധികം ബാഗുകളും സാധനങ്ങളും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഷോൾഡർ ബാഗ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കയറി, ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ കയറി കഴിഞ്ഞപ്പോഴേക്കും അവനെ നമ്മൾ കിടത്തി. നമുക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് മിഡിലും അപ്പറും ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൻ ഇടയിലൊന്ന് എണീറ്റു, ഇടയിലല്ല സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവൻ എണീറ്റു, ഭയങ്കര ബഹളമൊക്കെ ആയി. പിന്നെ ഇത് നമ്മൾ പിറ്റേ ദിവസം ഡൽഹിയിൽ എത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ കൂലിക്കാരെടുത്ത് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ചേട്ടൻ വേറെ സ്ഥലത്ത് വേറെ ആൾക്കാരെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ കാവൽ നിർത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ ഭയങ്കരമായിട്ട് മോഷണം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ കൂലീനെ കിട്ടി. ഇതിൽ നമുക്ക് മുട്ടാൻ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ബോക്സ് ആക്കാൻ കാരണം നമ്മൾ പാഴ്സൽ ചെയ്യാനാണ്. പക്ഷേ തൃശ്ശൂർ ആകെ 2 മിനിറ്റ് സ്റ്റോപ്പുള്ള കാരണം പാഴ്സൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബോക്സും കൂടെ നമ്മൾ എടുത്ത് പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റൂം എടുത്തിട്ട് ഒരു ദിവസം ഡൽഹിയിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ സൈനികാശ്രമത്തിലേക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ഫാമിലികളുണ്ടായിരുന്നു. പക്ഷേ 10 മണിയാകുമ്പോഴാണ് അത് ഓപ്പൺ ചെയ്യുള്ളൂ. നമ്മളാണെങ്കിൽ തലേ ദിവസം നമ്മുടെ ഉണ്ണി ഉറങ്ങാണ്ട് ഞാനും ചേട്ടനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. പോരാത്തതിന് ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഡേറ്റ് വേറെ ദിവസമായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പീരീഡ്സ് ആയി. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളവിടെ വേറെ സ്ഥലത്ത് റൂമൊക്കെ എടുത്തു. അവിടെ പോയിട്ട് ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചാലും ഉണ്ണിക്ക് ഫുഡും ഉറക്കമൊന്നും കറക്റ്റ് ആവാത്ത കാരണം അവൻ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി. അപ്പോൾ അവിടെ കുറേ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ല, കാരണം ഉണ്ണി ഭയങ്കര കരച്ചിലായിരുന്നു. और ये 2 मशीन ज़्यादा अलग अलग है दीदी, ये छोटी वाली है ना ना ना. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങിയിട്ടില്ല എന്ന്. അതുകൊണ്ട് ഉണ്ണിയും ചേട്ടനും ഉറങ്ങി. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് പോകുന്നത് ഇപ്പോൾ കുത്തപ്പിനാറിലേക്കാണ്. നമ്മൾ ഊബറാണ് കേട്ടോ എടുത്തത്. ഊബറിൽ ഓട്ടോയാണ് എടുത്തത്. ഞാൻ പറഞ്ഞു ഓട്ടോ മതിയെന്ന്, കാർ വിളിക്കുമ്പോൾ അതിന് എക്സ്ട്രാ ചാർജ് വരുമല്ലോ, നമുക്കിപ്പോൾ തൽക്കാലം പോയി വരില്ല വേണ്ടതെന്ന് വെച്ചിട്ട് ഓട്ടോയിലാണ് വിളിച്ചത്. അപ്പോൾ നിങ്ങൾ ഡൽഹി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ പുറത്ത് നമ്മൾ കാർ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര റേറ്റ് അവർ പറയും. ഊബറാകുമ്പോൾ നമുക്ക് ഓക്കെയാണ്, നമുക്ക് പറ്റിയൊരു എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക, നമുക്കത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ പോയത് കുത്തബ്മിനാറാണ് കേട്ടോ. അപ്പോൾ ലോട്ടസ് ടെമ്പിളും കുത്തബ്മിനാറാണ് മെയിൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ആഗ്ര ഫോർട്ട് അങ്ങനെ താജ്മഹൽ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാണാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ നമ്മൾ പോയത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ലോട്ടസ് ടെമ്പിൾ അടച്ചിട്ടേക്കായിരുന്നു, അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുത്തബ്മിനാർ വേഗം കണ്ടിട്ട് നമ്മൾ വേഗം ഹോട്ടലിലേക്ക് റിട്ടേൺ വന്നിട്ട് നമ്മളവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 3 ആളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര ടയേർഡുമായിരുന്നു കേട്ടോ. അപ്പോൾ കുത്തബ്മിനാർ ഇങ്ങനെയൊക്കെയാണ്. അവിടെ കുറേ സൈഡിൽ ഇങ്ങനെ പൊളിഞ്ഞിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കറക്റ്റ് മുകളിൽ കൂടെ ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്താണ് ഡൽഹി എയർപോർട്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഉണ്ണിക്കാണെങ്കിൽ ഓടി ഇങ്ങനെ നടക്കണം. അവിടെ അത്യാവശ്യം സ്ഥലമുണ്ട്, വിസിറ്റേഴ്സൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തില്ല, ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് കാണാനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാണുമ്പോൾ നല്ല ആ ഒരു ഇതന്നെ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും അവിടെ ഒന്നും കാണാൻ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് നമുക്ക് കാണാം, അതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ കുത്തബ് മിനാറിൻ്റെ മുകളിൽ കുറേ ഡിസൈൻസും എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ഏതൊക്കെയോ ലാംഗ്വേജിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. നമുക്ക് പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ഡീറ്റെയിൽ ഒന്നും അറിയില്ല. കുറേ പേര് ഇങ്ങനെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ
ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് നമുക്ക് ബാക്കാണോ അതാണോ ഫ്രണ്ട് എന്ന് എനിക്കറിയില്ല. നമ്മൾ കയറി ചെല്ലണത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ഭാഗമാണ്. അവിടെ നിന്ന് നമുക്ക് എങ്ങനെ പോലെ അതിൻ്റെ ഫുൾ ഫോട്ടോ കിട്ടില്ല. അതായത് നമ്മളും കുത്തബ് മിനാറും കൂടിയിട്ടുള്ള ഫോട്ടോ ഒരിക്കലും കിട്ടില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ്, അതായത് ഞാനിതിപ്പോൾ കാണിക്കണം ഈ ബാക്ക് ഭാഗമല്ലേ, അവിടെ ഗാർഡനൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് നിന്ന് ശരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് നമ്മളെയും കിട്ടും, കുത്തബ് മിനാറിന് ഫുള്ളായിട്ടുള്ളതും കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞൊരു വിചാരിക്കും അയ്യോ ഫോട്ടോ കിട്ടുന്നില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ടില്ല കുറേ ഫ്ലൈറ്റ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുക. ബാക്ക് സൈഡ് പോയി ഇങ്ങനെ വളഞ്ഞ് ചുറ്റിയൊക്കെ പോകണം. അപ്പോൾ ഇതിൽ കുറേ ഫോറിനേഴ്സ് കുറേ പേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ പഞ്ചാബിൽ തണുപ്പൊന്ന് കുറഞ്ഞ് ചൂട് വരണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഡൽഹിയിലൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. നല്ല ചൂടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നട്ടപ്പുറ വെയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ വിചാരിക്കും തണുപ്പായിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അങ്ങനെയല്ല, നട്ടപ്പുറ വെയിൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ ഒടുക്കത്തെ ചൂടാന്ന് പറഞ്ഞു. പക്ഷേ നാട്ടിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സഹിക്കാൻ പറ്റാത്ത അത്ര ചൂടാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഞാൻ വിചാരിക്കണം അയ്യോ തണുപ്പിനെ നമുക്ക് നല്ലത് എന്ന്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാകുമ്പോൾ നമുക്ക് റൂം ഹീറ്റർ ഓൺ ആക്കാം, 2-3 പുതപ്പ് സ്വെറ്റർ അങ്ങനെ എല്ലാം വെച്ചിട്ട് നമുക്ക് സെക്യൂറാണ്. പക്ഷേ ചൂട് എന്ന് പറയുമ്പോൾ ഗംഭീര ചൂടാണ്, നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. തണുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം, പക്ഷേ ചൂട് ഒട്ടും പറ്റണില്ല. അങ്ങനെ നമ്മളിതാ കണ്ടു കഴിഞ്ഞു. വേഗം ഓട്ടോ വിളിച്ചിട്ട് തന്നെ, ഊബർ തന്നെയാണ് നമ്മൾ വിളിച്ചത്. റിട്ടേൺ റൂമിൽ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നല്ല ഉറങ്ങി. ഞാനും ഉറങ്ങി, ചേട്ടനും ഉറങ്ങി. ഞാൻ പിന്നെ എണീറ്റ് തന്നെ ഒരു 6:30-7 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിട്ടേൺ വരുമ്പോഴും പോകുമ്പോഴും എനിക്കൊന്നും ഒറ്റ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ണമ്മ പാപ്പ വേണ്ടേ? പാപ്പ എവിടെയാന്ന് പാപ്പ ചേരാട്ടാ. ഒക്കെ മതിയായ എനിക്ക് കുറേ നേരം ഒങ്ങണ്, ഇനി വന്നേരം ഒങ്ങ കാപ്പി തരാം. കാപ്പി തരാം. എനിക്ക് ചായയോ? ചായ ദേവിട്ടേ നോങ്ങണേ. എവിടെ എവിടെ ജിങ്കിച്ചിക്ക പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് സദ്യ പോലെ ഇവിടെ കിട്ടും, കേരള ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു, ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം അവനെ കുളിപ്പിച്ചു, ഞാൻ കുളിച്ചു, ചേട്ടൻ കുളിച്ചു, എല്ലാവരും കുളിച്ചു. അപ്പോൾ ഞാൻ സ്വെറ്റർ തന്നെ ഇടിപ്പിച്ചു, കാരണം ട്രെയിനിൽ തണുപ്പുണ്ടാവുമല്ലോ, നമ്മൾ എ സിയിലാണല്ലോ പോണത്. അപ്പോൾ അവനെ സ്വെറ്റർ തന്നെ ഇടിപ്പിച്ചു കേട്ടോ. കാരണം രാവിലെ നമുക്ക് പുലർച്ചെ 3-3:45 ആ സമയത്ത് പോകണമായിരുന്നു. അപ്പോൾ ഇനി ആ നേരത്തെ അവനെ ഡ്രസ്സ് മാറ്റാന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തിറങ്ങി സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോയി. അവൻ വാശിയായിരുന്നു, റിട്ടേൺ അങ്ങോട്ട് പോന്നു, നോക്കാൻ ഇനി നടന്നുള്ളൂ. ഇതായിരുന്നു നമ്മളെടുത്ത റൂമായിട്ട്. അപ്പോൾ നമ്മുടെ പകുതി സാധനങ്ങളും റിസപ്ഷൻ്റെ അവിടെയാണ് വെച്ചിട്ടുണ്ടായത്. കാരണം വലിയ പെട്ടി സാധനങ്ങളൊന്നും നമുക്ക് റൂമിൽ കയറ്റാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അവർ റിസപ്ഷൻ്റെ അവിടെ വെച്ചു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ റൂമിലേക്ക് എടുത്തു കേട്ടോ. അത്ര നല്ല റൂമെന്നൊന്നും പറയാനില്ല, പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ദിവസമൊക്കെ നിൽക്കാൻ പറ്റിയ റൂം. നമ്മുടെ ഉണ്ണി ഉറങ്ങുകയാണ്, ഇപ്പോൾ സമയം 3:30 ആ സമയത്താണ് കേട്ടോ. അപ്പോൾ ചേട്ടനും വേറെ ആളും കൂടിയിട്ട് ലഗേജും സാധനങ്ങളൊക്കെ താഴെ നിന്ന് കയറ്റുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ നമ്മൾ പോവാണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞിട്ടും അവിടെയും മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിക്കാരുടെ അടുത്ത് ബാർഗൈനിങ്. അവർ ജന്മം പോയ സമ്മതിക്കില്ല. ഇതുവരെ നമ്മൾ വന്നോടത്തൊക്കെ അവർ ലാസ്റ്റ് നമ്മൾ പറയണ റേറ്റ് ഓക്കെ, പക്ഷേ ഇവർ ജന്മം പോയ സമ്മതിക്കില്ല. നമ്മുടെ ട്രെയിൻ വരാറായിട്ടുണ്ടായി. അവസാനം ഒരു വിധത്തിൽ കുറച്ചു, എന്നാലും നല്ല കുറവൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഉണ്ണീനെ ഉറക്കി നമ്മൾ കയറിയിട്ടാണ് കേരളത്തേക്കുള്ള ട്രെയിനിൽ കയറി ഉണ്ണീനെ ഉറക്കി. ഇവിടെയും നമുക്ക് കിട്ടിയ സീറ്റ് ഒന്ന് മിഡിലും ഒന്ന് സൈഡിൽ അപ്പുറമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണി കിടക്കണതിൻ്റെ അവിടെയാണ് ഞാൻ കിടന്നിരുന്നത് കേട്ടോ, എൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അവൻ്റെ ഡയപ്പറൊക്കെ മാറ്റി വൈപ്സൊക്കെ വെച്ച് തുടച്ചു, ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങി. ഇതൊക്കെ നമ്മളെ ട്രെയിനിൽ അവനെ കളിക്കാൻ കൂട്ടുള്ള പിള്ളേരാണ്, ഹിന്ദിക്കാർ പിള്ളേരാണ് കേട്ടോ. അതൊക്കെ അവർ നാട്ടിലേക്ക് നമ്മുടെ കേരളത്തേക്ക് വരികയാണ്. ഇത് അവന് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചൊരു ബോളാണ്. അപ്പോൾ അത് ഒക്കെ ഇട്ട് ട്രെയിനിൽ കളിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങി, ഉറക്കൊന്നും നേരെയായിട്ടുണ്ടായില്ല കേട്ടോ.
പിന്നെ ഇതാ അവൻ ഇവിടുന്ന് കളിക്കലും വേറെ കുട്ടിയായിട്ട് കളിക്കലൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്, ചായ കഴിക്കുന്നുണ്ട്, ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം നമ്മൾ പോകുമ്പോൾ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സീറ്റ് അറേഞ്ച്മെൻറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സൈഡൊക്കെ ആണെങ്കിൽ പിന്നെയും സൈഡ് ലോവറില്ലേ, അതൊക്കെ ആണെങ്കിൽ പിന്നെയും ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചേനെ. ചേട്ടൻ്റെ സീറ്റ് ഇത് അതാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ണി കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ഞാൻ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്കും അതിനനുസരിച്ച് ഓരോ ഫുഡൊക്കെ കൊടുക്കണ്ടേ, സിർലാക്കൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് അവന് കൊടുക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ. പിന്നെ ഇത് ഉച്ചയ്ക്ക് റൊട്ടിയും ചപ്പാത്തിയും ഞാൻ കഴിച്ച് മടുത്ത്. ഉച്ചയ്ക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരം സെയിം തന്നെയാണ്, മട്ടർ പനീറും ചപ്പാത്തി ആയിരിക്കും കേട്ടോ. അപ്പോഴൊക്കെയാണ് നമുക്ക് ചോറുണ്ണാൻ കൊതിയാവാട്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പയർ തോരനും മറ്റേ ചാള വറുത്തതും ഒക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കി വരുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സർലസ് ഇതൊക്കെ എനിക്ക് തിന്നാൻ കൊതിയായിട്ട്. പിന്നെ നമ്മൾ ഒരു ദിവസം 2 വട്ടം 3 വട്ടമൊക്കെ അവൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾ ഒക്കെ മാറ്റുന്നുണ്ടായിരുന്നു. കാരണം റാഷസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ വാശിയാവും. ഇത് സമയം രാത്രി, സെക്കൻഡ് രാത്രി 2 മണിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇറങ്ങാറായിട്ടുണ്ട്, 5-5:30 ആ നേരത്താണ് ഇറങ്ങാറായിരിക്കുന്നത്. ഒരു ഇതൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. ഇത് ഫുള്ള് നമ്മുടെ ലഗേജ് ആയിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലഗേജൊക്കെ കയറ്റി വീടെത്താറായിട്ട് കേട്ടോ. നമ്മുടെ ഉണ്ണിയുടെ റിയാക്ഷനും കാര്യങ്ങളും കാണാം. ഇതുവരെ കണ്ട ക്വാർട്ടറൊന്നും അല്ലല്ലോ, ഇത് വേറെയാണല്ലോ. മൊത്തത്തിൽ ഇങ്ങനെ തപ്പി നടക്കുകയായിരുന്നു. പിന്നെ അവിടെ ബോൾ സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്തെടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ആദ്യമൊന്നും അച്ഛമ്മേരുടെ അടുത്തേക്കൊന്നും പോകണ്ടായില്ല, പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ കേട്ടോ ആൾ.